ഹലോ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന പിങ്ക് ഡ്രിങ്കിലൂടെയാണ്. ഇതെന്താണെന്നല്ലേ, അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കാണ്. ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നല്ലേ. മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച്, ക്യാരറ്റ്, ലെമൺ, ഇഞ്ചി, ബീട്രൂട്ട്, പിന്നെ നെല്ലിക്കയും കറിവേപ്പിലയും. അതായത് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും രണ്ടിനും കൂടി ഒരുമിച്ച് എങ്ങനെയാണിത് നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വേണം നമ്മൾ ട്രെയിൽ ഒഴിച്ച് വെക്കാൻ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കുന്നില്ല, കാരണം ഞങ്ങളിതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജ്യൂസ് കിട്ടാനായിട്ട് കുറച്ച് കുറവായിരിക്കും. അതോടെ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ നമ്മൾ ട്രെയിലേക്ക് ആക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഫ്രീസറിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈമിൽ 1 വീക്ക് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുമാത്രമല്ല, മന്ത്ലി ഡെയിലി യൂസ് ചെയ്യാനും പാടില്ല. അതായത് 1 വീക്ക് ഞങ്ങളിത് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഗ്യാപ്പ് കൊടുത്ത് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മുതലായിട്ട്, അതായത് ഒന്നരാടൻ വീക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഹോം മെയ്ഡായിട്ടാണെങ്കിലും ഗ്ലൂട്ടാത്തയോൺ അല്ലാണ്ടുള്ള ഡ്രിങ്കിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല. അതായത് ഹോം മെയ്ഡ് ഡ്രിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നരാടൻ വീക്ക് മാത്രമാണ്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്യൂബ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല ഷേപ്പിലുള്ള ട്രേ ആയതുകൊണ്ട് പല ഷേപ്പിലുള്ള ക്യൂബ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഒരു വലിയ ഗ്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ 3 ടാബ്ലറ്റ് ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ടാബ്ലറ്റാക്കി മാറ്റി. അപ്പോൾ 3 ടാബ്ലറ്റ് ഇട്ടിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു ഡ്രിങ്കിന് നമ്മൾ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പിങ്ക് കളറാവുന്നുണ്ട്. അതുപോലെ അല്ല, നമ്മൾ നോർമലി ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് മെൽറ്റ് ആവുന്നത് അതുപോലെ തന്നെ ഇത് കിടന്നിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഒരാഴ്ച കഴിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഹൈബറാണ്. അപ്പോൾ ഹൈബർ അധികം നമ്മുടെ ശരീരത്ത് ചെന്നാലും പ്രശ്നമാണ്, ഓവറായാൽ എല്ലാം അമൃതവും വിഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.